നവാസിന് വേണ്ടത്ര രീതിയിൽ സിനിമയിൽ വേഷങ്ങൾ കിട്ടുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്കും തോന്നുന്നുണ്ട്. അതെ, അത്തരമൊരു തോന്നൽ നവാസിനും ഉണ്ടാകാറില്ല, സ്വയം ഉണ്ടാകാറില്ലേ? അത്തരം തോന്നലുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സമയം വരെ നമ്മൾ കുറേ തമാശ റോളുകൾ ചെയ്തു പോയപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പണ്ട് മുതൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും പടത്തിലൊക്കെ ചെറിയ പടങ്ങളോ അല്ലെങ്കിൽ വലിയ പടങ്ങളോ ഒക്കെ എന്തെങ്കിലും തമാശ റോളോ കാര്യങ്ങൾ ചെയ്തു പോയി നമ്മുടെ ക്യാരക്ടറിനൊക്കെ അത് ബാധിക്കും. ക്യാരക്ടർ റോളിൽ ഫോക്കസ് ചെയ്താലാണ് അത്തരമുള്ള സീരിയസ് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോൾ റേന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിനെയും സിനിമയൊക്കെ ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണ്. അതിപ്പോൾ അതായിരിക്കും കണ്ടിട്ടുള്ള വേദികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ എത്രയോ വേദികൾ കൂട്ടിയിട്ടുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ സിൻസിയറായിട്ടാണ് അത് ചെയ്യുന്നത്. ആ വരുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അവിടെ നമ്മൾ അതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ മതി, സിനിമയാണെന്ന് അങ്ങനെയല്ല. ഞാൻ എല്ലാ സ്ഥലത്തും നമ്മൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേർതിരിവ് കാണിച്ച് അത് അങ്ങനെ ഇങ്ങനെ പോകണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു പ്രായം അല്ലെങ്കിൽ നമ്മുടെ പക്വത നമ്മൾ ചിന്തിക്കുന്ന ഒരു തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് സ്വാഭാവികമാണത്. അതിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതിൽ ഒരു ആൻസർ എനിക്ക് ഇനിയും കിട്ടാതെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒത്തിരി സുഹൃത്ത് പോലെയുണ്ട് അല്ലേ? ഒത്തിരി സുഹൃത്ത് പോലെയുണ്ട്. ഒരു മിമിക്രിയിലൂടെ വരുമ്പോൾ ആ മിമിക്രിയുടെ തുടക്കം മുതൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി സുഹൃത്ത് പോലെ. ഇവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, ഇവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. അവിടെയൊക്കെ നവാസ് എന്ന വ്യക്തി എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് സെന്റിമെന്റ്സ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സംഭവം പ്രൊഫഷനിൽ കുട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ആളാണത്. ഞാനത് ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ്. ആ രീതിയിലുള്ള അവർ പടം അനൗൺസ് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ വിളി കുറയ്ക്കും. മനസ്സിലാകുന്നുണ്ട? കാരണം ഇവിടെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള നിലനിൽപ്പുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റുള്ള ഒരാളെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അതേപോലെ ലീഡിങ് റോളല്ല ഞാൻ പറയണത്, ചെറിയ ചെറിയ റോളുകളാണെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഒരാൾ ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് ഡയറക്ടറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണെന്ന് വിചാരിക്കുക, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അദ്ദേഹത്തെ ഞാൻ സൂചിപ്പിക്കും, പക്ഷേ ഈ ക്യാരക്ടർ വേണമെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ സിനിമയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇത്തരം ചില മുഖങ്ങൾ വെച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് അത്ര ആ ഒരു വലിയ റോൾ അങ്ങനെ കൊടുത്താൽ ഞാൻ അതിന് അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് എനിക്കറിയാവുന്നതിൻ്റെ പേരിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അനൗൺസ്